നമസ്കാരം. ഇന്ന് നമ്മൾ വിഘ്നരാജ നമസ്തേ എന്നുള്ള സ്തുതി ഉണ്ടല്ലോ, കലോത്സവങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് പണ്ട് കളിച്ചിരുന്ന പാട്ടാണ്. അത് ഇങ്ങനെ ആരോ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു അതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. ആദ്യം സ്റ്റെപ്സ് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ടിനൊപ്പം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെയാണ് സെൻറ്റർ. അപ്പോൾ സെൻറ്ററിലേക്ക് തിരിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 2 3 4. വീണ്ടും 1 2 3 4. ഈ ആദ്യം വയ്ക്കുമ്പോൾ തന്നെ 1 2 3 4 അവിടെ തന്നെ ചവിട്ടിയാൽ മതി. 1 2 3 4. ഇങ്ങനെ രണ്ട് സൈഡിലേക്കും 2 തവണ കഴിഞ്ഞാൽ പിന്നെ വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് 1 2 3 4 5 6 7 8. അതായത് 8 സ്റ്റെപ്പാണിത്. ഒരു പുതിയ തരം 8 സ്റ്റെപ്പാണ്. വിളക്കിൻ്റെ ഉള്ളിലേക്ക് 1. അപ്പോൾ കൈ എടുക്കുമ്പോൾ തന്നെ കണ്ടോളൂ, കൈ മലർത്തി എടുത്തിട്ട് കമിഴ്ത്തും. 1 2 1ൽ തന്നെ നിന്നു. അതായത് നമ്മൾ 1.5 അടി ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ നിൽക്കണത്, വട്ടത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നിൽക്കണത്. എന്നിട്ട് 2 അവിടെ കഴിഞ്ഞാൽ പിന്നെ 3 4. ഈ 3 അതേപോലെ 1.5 അടി അകലത്തിൽ വെച്ചിട്ട് ഇനി 5 കണ്ടോ, 5 അടുത്താണ് കാല് വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഉരുട്ടി കൊട്ടണം. 5 6 7 8. ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ ആർച്ച് പോലെ താഴെ ഇടും. ഇത് അതേപോലെ ലെഫ്റ്റിലേക്കും 2 സൈഡിലേക്കും അത് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ 1 2 3 1 2 3 1 2 3 4. ഇത്രയാണ്. ഇനി 1 2 3 എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 1.5 അടി ഫ്രണ്ടിലേക്ക് വെക്കണം. എന്നിട്ട് 2 പുറകിൽ കുത്തി 3 സമത്തിൽ വയ്ക്കും. ഇനി താഴേണ്ടത് 1 മാത്രമേ താഴാവൂ. 1 2 3 പലതരത്തിലുള്ള 1 2 3 ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1 2 3 കണ്ടോ, അതിന് 3 സ്റ്റെപ്പിനാണ് താഴുന്നത്. അപ്പോൾ അങ്ങനെ താഴരുത്. 1 2 3 1 2 3 കഴിഞ്ഞാൽ പിന്നെ 1 കൈ മലർത്തി വെച്ചു. 1 2 3 4. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ 1 2 3 4 1 2 3 4. ഇത് ഒരുപാട് തവണ എടുത്തിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഈ കൊട്ടിൻ്റെ പ്രത്യേകത ഒന്ന് പറയാം. പലരും ചോദിക്കുന്നുണ്ട്, പേരിനൊക്കെ കൊടുക്കുന്ന സമയത്ത് കൈ പൊക്കാൻ പാടുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പെയറായിട്ട് അടിക്കുന്ന എല്ലാ സ്റ്റെപ്സിനും നമ്മൾ പൊക്കണം. പെയറല്ലാതെ കൊട്ടുമ്പോൾ ഈ കൊട്ടുണ്ടല്ലോ, ഈ കൊട്ട് സ്വയം കൊട്ടുന്ന ഒറ്റ കൊട്ടുകളും നമ്മൾ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നേരെ കുറച്ച് പെയറിനടിക്കണതൊന്നും മുഖത്ത് കൊടുക്കാനും പാടില്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കണ്ടോ, നമ്മളിങ്ങനെ തൊഴുത് പിടിച്ച കൈയിനെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വെച്ചാൽ മതി. 1 അല്ലാതെ ഇങ്ങനെ കൊട്ടരുത്. അതാണ് ആ സ്റ്റെപ്പിൻ്റെ പ്രത്യേകത. ഇങ്ങനെയല്ല അത് കളിക്കേണ്ടത്. നേരെ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് 1 2 3 4 ലെഫ്റ്റിലേക്കും 1 2 3 4 മനസ്സിലായി കാണും. 3 4 എടുത്ത് കമിഴ്ത്തി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത് 1 2 3 4. ഇത്രയും ഇപ്പം 4 നമ്മളിങ്ങനെ ചെരിഞ്ഞിട്ട് കൈ രണ്ടും ഷോൾഡറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അങ്ങ് 1 2 3 4. അതായത് നമ്മൾ ബോഡി ഇങ്ങനെ ചെരിക്കരുത്. 1 2 3 4 അങ്ങനെ ചെരിക്കണ്ട. കാല് ചെരിയുമ്പോൾ ബോഡിക്ക് വരുന്ന തിരിയൽ മതി. 1 2 3 4 5 6 7 8. ഇനി ഇവിടുന്ന് വീണ്ടും സർക്കിളിലേക്ക് എത്തണം. 1 2 3 4 5 6 7 8. ഈ സ്റ്റെപ്പ് പലതരത്തിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ കൈയിൻ്റെ സ്റ്റൈൽ മാറും. കാലം ഒന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ കൈ രണ്ടും 3 സ്റ്റെപ്പിന് പൊക്കിയെടുത്തിട്ട് വേണം താഴെ ഇടാൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 1 2 3 1 2 3
1 2 3 4. പിന്നെ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഈ സ്റ്റെപ്പ് കൈ ഫ്രണ്ടിലേക്ക് നീട്ടി പിടിച്ചിട്ട് ഇവിടുന്ന് കൊട്ടുവരും. 1 2 3 4. ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കറങ്ങി തിരിഞ്ഞ് നിർത്താം. 1 2 3 4. ഇതിൻ്റെ ഇടയിൽ വേറൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് വിട്ടുപോയി. 1 2 3 4 1 2 3 4. രണ്ട് കൈയും മലർത്തും. രണ്ട് കൈയും മലർത്തിയിട്ട് 3 പുറകിൽ കുത്തുമ്പോൾ കൊട്ടും. 4 3 സ്റ്റെപ്പിനാണ് കൊട്ടുന്നത്. 1 2 3 4. ഇത് അധികം ഇങ്ങനത്തെ സ്തുതിക്കും മംഗളത്തിനൊക്കെയാണ് ഇങ്ങനത്തെ സ്റ്റെപ്പ് വരുള്ളൂ. 1 2 3 4 1 2 3 4. 3 സ്റ്റെപ്പ് പുറകിൽ വെക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആണ്, അപ്പോൾ ഇവിടെ കൊട്ടും കുത്തും ചെയ്യും. ഓക്കെ, ഇനി നമുക്കിത് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് കളിച്ച് നോക്കാം. വിഘ്നരാജാ നമസ്തേ നമോസ്തുതേ വിഘ്നരാജാ നമസ്തേ വിഘ്നമശേഷമകറ്റി വിരമിൽ നീ വിഘ്നമശേഷമകറ്റി വിരമിൽ നീ വിഘ്നേശ പാഹി മാം ഹേ വിനായക വിഘ്നരാജ നമസ്തേ വീണാധരി വാണി ദേവി ഗുണാലയേ വീണാധരി വാണി ദേവി ഗുണാലയേ വാണിടുനാവു തന്മേൽ അനാരതം ഏണാംഗബിംബാനനേ സരസ്വതി ഏണാംഗബിംബാനനേ വിഘ്നരാജ നമസ്തേ നമോസ്തുതേ വിഘ്നരാജ നമസ്തേ. ഇങ്ങനെയാണ് പാട്ടിൻ്റെ കൂടെ കളിക്കുമ്പോൾ. അതായത് ഇടയിലൊരു സ്റ്റെപ്പ് വെക്കണമായിരുന്നു. ഓക്കെ, ഇനി ഇത് ഒന്ന് ഇതിൻ്റെ കൂടെ ആദ്യം പാട്ട് സ്റ്റെപ്പുകളൊന്ന് പഠിച്ചോളൂ, എന്നിട്ട് പാട്ടിൻ്റെ കൂടെ കളിച്ച് പ്രാക്ടീസ് ചെയ്തോളൂ. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും നമസ്കാരം.